എന്താണ് പെർഫോം ചെയ്യാൻ പോകുന്നത് നമുക്ക്? ഞാൻ പെട്ടെന്ന് ഇപ്പൊ പെർഫോം ചെയ്യണം എന്ന് പറയുന്നത് ഈ എനിക്കൊരു ബക്കറ്റും കപ്പും കിട്ടുമോ? ബാത്റൂമിൽ പിന്നെ പോവാം. നിങ്ങൾ എനിക്കൊരു ബക്കറ്റും കപ്പും തരുവോ? കപ്പും വേണം. ഇത് തമാശ. ബക്കറ്റും കപ്പും കൊടുക്കൂ. ബക്കറ്റും കപ്പും ചെറിയ പെർഫോമൻസ് അല്ലേ? നമ്മള് നമ്മുടെ ജീവിതത്തിൽ പലതരത്തിൽപ്പെട്ട അനൗൺസ്മെന്റുകൾ കേൾക്കാറുണ്ട്. അനൗൺസ്മെന്റുകൾ എന്ന് പറഞ്ഞാല് നമ്മളൊരു ലിഫ്റ്റ് കയറിയാൽ അത് ഏത് നിലയാണ് എത്തുന്നത് അല്ലെ എവിടെ എത്തുന്നുള്ളതൊക്കെ മനസ്സിലാകുന്ന അനൗൺസ്മെന്റുകളുണ്ട്. എന്നാൽ ചില അനൗൺസ്മെന്റുകൾക്ക് എല്ലാ സ്ഥലത്തും സ്ഥിരം ഒരേ ടോണുമാണ്. ഇപ്പൊ നമ്മുടെ ബസ് സ്റ്റാൻഡിലെ അനൗൺസ്മെന്റുകൾ എടുത്തു കഴിഞ്ഞാൽ കൂത്താട്ടുകുളം വടകര വാളിയപ്പടം കാക്കൂർ അഞ്ചൽപ്പട്ടി തിരുമാറാടി പാമ്പാക്കുട ഓണക്കൂറ് പിറവം പേപ്പതി അരക്കുന്നം ചോറ്റാനിക്കര മുളന്തുരുത്ത് പുണത്തൊഴി എറണാകുളത്തേക്ക് പോകുന്ന സംഗീത സ്റ്റാൻഡ് വിട്ടു പോകണം. ഇത് എല്ലായിടത്തും ഏകദേശം ഒരേ ടോണിലായിരിക്കും. നിങ്ങൾ ഏത് ബസ് സ്റ്റാൻഡിൽ പോയിക്കോളൂ അല്ലെ റെയിൽവേ സ്റ്റേഷനിൽ ചായ വെക്കുന്ന ആൾക്കാരെന്നല്ലോ എല്ലാവർക്കും ഏകദേശം ഒരേ ഈണം ഒരേ താളത്തിലെ ഇവര് പറയുള്ളൂ. അങ്ങനെയുള്ള അനൗൺസ്മെന്റുകൾ നമ്മുടെ ജീവിതത്തിൽ പലതായിട്ട് നമ്മൾ കേൾക്കാറുണ്ട്. ഇവിടെ ഞാൻ 2 അനൗൺസ്മെന്റ് ശബ്ദങ്ങൾ കേൾപ്പിച്ചു തരാം. ഇത് നിങ്ങൾ മൈക്കോ ടെക്നിക്കൽ എഫക്ട്സോ ഒന്നുമില്ല, പ്രോപ്പർട്ടി ഉപയോഗിച്ചുകൊണ്ടുള്ള. ഇപ്പൊ ഡാൻസുകാരൊക്കെ സൂര്യകാന്തി പൂ ഒക്കെ കൊണ്ടാണല്ലോ ചിലർ കൊണ്ടുവന്ന് ഡാൻസ് കളിക്കുന്നത്. ഓപ്പണിംഗ് ഡാൻസ് എന്ന് പറയുമ്പോൾ വലിയ തെർമോക്കോളം തൊട്ട് 5 സൂര്യകാന്തി പൂ പിടിച്ചിട്ട് അതിന്റെ ബാക്കിൽ വെറുതെ നിൽക്കുക 5 മിനിറ്റ് ഓപ്പണിംഗ് ഡാൻസ് കഴിച്ചു വന്നു. അപ്പൊ പണി കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞാൽ ഇത് പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ടുള്ള പരിപാടിയാണ് കേട്ടാ. ഇതിലാദ്യം ഞാനൊരു ശബ്ദം കേൾപ്പിച്ചു തരാം. ഇത് കേട്ടോളൂ. ഇത് കുളിക്കുന്ന ഒരു കപ്പാണ്. നമ്മുടെ മാജിക്കാരൊക്കെ ചെയ്യുന്ന പോലെയാണ്. ഈ കപ്പ് കൊണ്ട് ഞാനൊരു ശബ്ദം കേൾപ്പിച്ചു തരാം കേട്ടോട്ടോ. കൊട്ടൻ ചുക്കാതി എണ്ണ ചൂടോ ആവിയോ കിഴിയോ ഒന്നും പിടിക്കേണ്ട ആവശ്യമില്ല. ഉപയോഗിച്ചിട്ട് ഫലം കണ്ടില്ലെങ്കിൽ കുപ്പിക്ക് പുറത്തുള്ള കവർ കളയാതെ തിരിച്ചു കൊണ്ടുതരികയാണെങ്കിൽ നിങ്ങളുടെ പണം പൂർണ്ണമായും തിരികെ തരും. കൊട്ടൻ ചുക്കാതി എണ്ണ ചെറിയ കുപ്പി 10 രൂപ, വലിയ കുപ്പി 15 രൂപ. ഇനി അടുത്തതെന്ന് പറയുന്നത് ഇതുപോലെ തന്നെയുള്ള വേറൊരു അനൗൺസ്മെന്റിന്റെ ശബ്ദമാണ്. ആ ടോൺ കേട്ടോ കേട്ടോ. എല്ലാ ബസ് സ്റ്റോപ്പുകളിലും ജംഗ്ഷനിലും ഈ ശബ്ദം കേൾക്കാറുണ്ട് നമ്മൾ. ഈ കാണുന്ന ടിക്കറ്റിൽ നമ്മുടെ ടിക്കറ്റുകളുടെയും ബാക്കി തുറകളുമായി KSRTC സെമി ലെക്ചറർ ബ്യൂറോ ചേർത്തല പടിഞ്ഞാറുള്ള ബൈക്കർ എന്ന അംഗീകൃത ഏജൻസിയിലൂടെ മറ്റന്നാൾ നേരം വരുമ്പോൾ അങ്ങകലെ പെരിയാറിനെ തിരഞ്ഞെടുത്ത് നറുക്കെടുക്കുന്നു. കേരള സൗഭാഗ്യ കേരള സൗഭാഗ്യ കേരള സൗഭാഗ്യ. മറ്റന്നാളത്തെ ബാക്കി നിങ്ങളാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് 10 രൂപ മുടക്ക് ഒരു ടിക്കറ്റ് എടുക്കും. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിരാവിലെ ഉറങ്ങി എണീറ്റ ശേഷം ചിന്തിക്കുമ്പോൾ കിട്ടുന്ന ഐഡിയകളാണ്. അത് ഞങ്ങൾക്ക് മനസ്സിലായി. പ്രത്യേകിച്ച് വെള്ളം വരുന്നതിന് മുമ്പ്